ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു, ഈശോയെ ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരു വേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരു വേഗം ആനന്ദമാ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവധാനം പാടിടാം. ആ പൂജിതമാ വൃക്ഷനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണുവെന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, നിൻ മനസ്സിൽ നീ നീണാൽ വാഴണം. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധന. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നത് നമ്മുടെ സാവുചേട്ടനാണ്. നമുക്ക് സാവുചേട്ടന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദൈവകരുണയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം വലിയ കൃപകളാൽ നമ്മളെല്ലാവരും പൊതിഞ്ഞു പിടിക്കുന്ന അഭിഷേകം ചെയ്യുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരുന്ന് കരങ്ങളുയർത്തി ഈശോയെ സ്തുതിച്ചിട്ട് നമുക്ക് ആരാധന വലിയ അഭിഷേകമാകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോടുള്ളൊരു ഗാനം ആലപിച്ച് ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറച്ചു തരുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം
ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി. പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു. അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി. പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് തിരുവോസ്തുരൂപനായി നമ്മുടെ മധ്യയായിരിക്കുന്ന പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. തൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെയും അവിടുന്ന് മാറ്റി നിർത്തുന്നില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് നമ്മൾ ഇപ്പോഴായിരിക്കുന്നത്. ആ സ്നേഹത്തെ, ആ കാരുണ്യത്തെ നമുക്ക് ഒന്ന് ആരാധിക്കാം. അവിടുന്ന് ഓരോരുത്തരെയും പ്രത്യേകം കരുതൽ നൽകി സ്നേഹിക്കുന്നു. ദരിദ്രർ, അനാഥർ, വിധവകൾ, രോഗികൾ, വഴിതെറ്റിയവർ, പാപികൾ, വേദനയിലും ദുരിതത്തിലും പെട്ടവർ എന്നിങ്ങനെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായി സ്നേഹിക്കുന്നു. നാം ഓരോരുത്തരും ഈ ഒരു ഗണത്തിൽപ്പെട്ടവരല്ലേ? ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? ഒന്നെങ്കിൽ രോഗികൾ, അല്ലെങ്കിൽ ദരിദ്രർ, അല്ലെങ്കിൽ വിധവകൾ, അല്ലെങ്കിൽ അനാഥർ, അല്ലെങ്കിൽ പാപികൾ. എത്ര കരുണയോടെയാണ് അവൻ നമ്മെ ഈ ആലയത്തിൽ അവനോടൊപ്പമായിരിക്കുവാനായി, അവൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനായി നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എത്ര കരുത്തരാണ് നാം അവനെ
അവൻ നമുക്ക് നൽകുന്നത്. സങ്കീർത്തനം 47:17 പറയുന്നു, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, എന്നെ കേൾക്കണമേ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ്. ദൈവമേ, വൈകരുതേ. ദൈവമേ, വൈകരുതേ. എൻ്റെ വിമോചകനായ ദൈവമേ, എൻ്റെ രക്ഷകനായ ദൈവമേ, വൈകരുതേ. നമുക്കൊന്ന് ഹൃദയത്തിൽ ഈ വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ശാന്തമായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവമേ, വൈകരുതേ. ഞാൻ ബലഹീനനും പാപപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവേ, വൈകരുതേ. സങ്കീർത്തനം 22:24 പ്രകാരം പറയുന്നു, പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വെച്ചില്ല. അതേ സഹോദരങ്ങളെ, പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യാതുകൊണ്ട് അവൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കാതുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ സ്നേഹം നമ്മളിലേക്ക് പകർന്നു നൽകുവാനായി തിരുമനസ്സായ ദൈവത്തെ, തിരുമനസ്സാകുന്ന സ്നേഹത്തെ നമുക്കൊന്ന് ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാകാം. നമ്മുടെ എല്ലാ കെട്ടുപാടുകളും എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കളയുന്ന, നമ്മുടെ എല്ലാ രോഗപീഠകളിൽ നിന്നും നമുക്ക് വിമുക്തി നൽകുന്ന, മോചനം നൽകുന്ന, വിടുതൽ നൽകുന്ന സ്നേഹത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സ്വയം തയ്യാറായിക്കൊണ്ട് ഹൃദയത്തിൻ്റെ കവാടങ്ങൾ, കിളിവാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ട് അനിത്യനായ ദൈവത്തെ സ്വീകരിക്കുവാൻ നമുക്കൊന്ന് തയ്യാറാകാം. അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം വിട്ടുകൊടുത്ത് പ്രണമിക്കാം. പ്രഭാഷകൻ 11:21-26 പ്രകാരം പറയുന്നു, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തൻ്റെ സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. മൃത്യുദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. എത്ര അഗാധമായ ചെളിയിലകപ്പെട്ട് കഴിയുമ്പോഴും ദൈവഭക്തനെ കർത്താവ് അനുഗ്രഹിക്കും. പ്രഭാഷകൻ 21:5 പ്രകാരം പറയുന്നു, ദരിദ്രൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകില്ല. അവന് നീതി ലഭിക്കാൻ വൈകില്ല. ദരിദ്രൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകില്ല. അതേ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ മധ്യയായിരിക്കുന്ന ഈ നിമിഷം ദൈവം നമ്മോട് നീതി പ്രവർത്തിക്കുവാൻ, നീതി കാണിക്കുവാൻ തിരുമനസ്സായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ മധ്യയായിരിക്കുന്ന ഈ നിമിഷം നമുക്കവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അവനെ സ്വീകരിച്ചുകൊണ്ട് അവനായി നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായി അവൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കാം. യെശയ്യാ 29:18 പറയുന്നു, അന്ന് ചെകിട് ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കും, അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും.
നമ്മുടെ ഓരോരുത്തരുടെയും ചെകിടുകൾ, കാതുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, കേൾക്കാത്ത അവസ്ഥയിലായിരിക്കാം, കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. അപ്പോഴും അവൻ നമ്മോട് ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നമുക്കൊന്ന് തയ്യാറായിക്കൊണ്ട് പറയാം, ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥനാകുന്നത്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത്, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. ആ ഒരു വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ, ഉരുകിയ മനസ്സോടെ ദൈവത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് അവനെ വിളിക്കാം. കർത്താവ് പറയുന്നു, ജെറുസലേമേ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ജെറുസലേമേ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും. സഹോദരങ്ങളെ, നമുക്ക് പേരിട്ടവൻ, അവൻ നമ്മോട്ട് പറയുകയാണ്, നിനക്കാശ്വാസം നൽകുന്ന ആ ശക്തി ഞാനാണ്. ആശ്വാസം നൽകാനാണ് ഞാനിപ്പോൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. ആ ആശ്വാസം നൽകുന്നവനെ, നമുക്ക് ഓരോരുത്തർക്കും പേരിട്ട് വിളിച്ചവനെ നമുക്കൊന്ന് സ്വതന്ത്രമായി പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാരാധിക്കാം, സ്വതന്ത്രമായി സ്തുതിച്ചാരാധിക്കാം. ബെത്സയിദ കുളക്കടവിലായിരുന്ന 38 വർഷക്കാലം തടവിലായിരുന്ന ആ രോഗിക്ക് സൗഖ്യം നൽകിയതുപോലെ, അന്ധന് സൗഖ്യം നൽകിയ, അന്ധന് കാഴ്ച നൽകിയ ആ കർത്താവ് ഈ നിമിഷം നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ മധ്യമുണ്ട്. സ്വരമുയർത്തി അവൻ വിളിച്ചപ്പോൾ ചുറ്റുമട്ടവുമായിരുന്നവർ അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിശബ്ദനാകുക. എന്നാൽ അവൻ പൂർവാധിക ശക്തിയോടെ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ആ നിമിഷം അവൻ അവൻ്റെ അരികിൽ നിന്നുകൊണ്ട് നിനക്കെന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടു, ചോദിച്ചു. ഈ നിമിഷം നമ്മുടെ മധ്യയും നമ്മുടെ അരികെയുമായിരിക്കുന്ന ഈശോ നമ്മോട് ചോദിക്കുകയാണ്, എന്ത് വേണം ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്, എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾ അവൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ ഒന്ന് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, 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 ഈശോയെ ദാവീദിന്റെ പുത്ര, ഞങ്ങളെ കനിയണമേ. ഹല്ലേലൂയ, ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ലാതലയുന്നോരെ, അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ലാതലയുന്നോരെ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. സ്വരമുയർത്തി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തെ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് ജപമാലയൊക്കെ കരങ്ങളെടുത്ത് നിയോഗം നമ്മൾ സമർപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈ നിയോഗങ്ങളെല്ലാം ഹൃദയത്തിലേറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വന്തമായി ഭവനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന റിനേഷിനെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന രാജുവിനെയും, വിവാഹം നടക്കാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു ജാക്സൺ ജോൺ, കാനഡയിൽ PR ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അജിനെയും അനുഗ്രഹ ജോണിനെയും, തെറ്റായ ബന്ധത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്റ്റീനെയും, സൗദിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മെറീനെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന മേഴ്സിയെയും, മദ്യപാനം മാനസിക ഗുരുവർക്കും ഇവ മാറി വലിയ മാനസാന്തരത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ബെന്നിയെയും, ക്യാൻസർ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന റാണിയെയും, മദ്യപാനത്തിൽ നിന്നും വിടുതൽ നേടി മനസാന്തരമുണ്ടായി വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെയും, പഠിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജോഷുവയെയും, വീണ്ടും മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടി രോഗസൗഖ്യത്തിനായും മാനസാന്തരത്തിനായും പ്രാർത്ഥിക്കുന്ന രജീഷിനെയും, ഹൃദയവാൽവിൻ്റെ ദ്വാരം അടഞ്ഞിരിക്കുന്ന 10 മാസം പ്രായമുള്ള ജിയോണ എന്ന കുഞ്ഞിനെയും, CBSEക്ക് ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ആൽബിനെയും, ഇസ്രായേലിലേക്ക് പോകാനുള്ള വിസ തടസ്സം മാറാനുള്ള മിനുവിനെയും, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത നെഞ്ചുവേദന മാറാൻ ആഗ്രഹിക്കുന്ന സോജനെയും, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വേദന മാറാത്ത ജോമോൻ എന്ന മകനെയും, സൗദിയിൽ പോകാനുള്ള തടസ്സം മാറാനും ജോലി ലഭിക്കാനും ആഗ്രഹിക്കുന്ന ജാസ്മിൻ, റോഷ്നി എന്ന മക്കളെയും, മാനസിക അസ്വസ്ഥ മാറി MTech നന്നായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സാവിയോയെയും, ഇൻ്റർവ്യൂ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ആൽബിനെയും, +2-നും SSLCക്കും ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന അഭിഷേക്, ഡയാന, റോസ് എന്നീ മക്കളെയും, യാത്രയിലുള്ള ഛർദി മാറാനും രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന അൽഫോൻസായെയും, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്ന മേരിയെയും, മാനസാന്തരത്തിനായും മദ്യപാനം മാറി വിശ്വാസമുണ്ടാകാനും ആഗ്രഹിക്കുന്ന കുര്യാക്കോസിനെയും, SSLCക്ക് ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഡെൽവിനെയും, ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മേഴ്സിയെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ടെന്ന് പാടാം. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും
എല്ലാവരും ഒരുമിച്ച് ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമുക്ക് സങ്കീർത്തനം 45:7 പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്ക്. നമുക്ക് വലിയൊരു അഭിഷേകം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ട് ഈശോയെ സ്നേഹിച്ച് ജീവിക്കാനുള്ളൊരു അഭിഷേകം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അഭിഷേക തൈലം ഒഴുകണമേ, അഭിഷേക തൈലം ഞങ്ങളുടെ മേൽ ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക തൈലം പകരണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മണ്ഡല ഇടവകയിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ത്രേസ്യാമേ, വിവാഹവും നല്ല കുടുംബജീവിതവും ആഗ്രഹിക്കുന്ന സാന്ദ്ര യബിൻ എന്ന മക്കളെയും, സ്ട്രോക്ക് വന്നതിന് ശേഷം സംസാരശേഷി നഷ്ടപ്പെട്ട റോയെയും, പ്രത്യേക പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന ഏഞ്ചലിനെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ജോമോനെയും, അന്യമതസ്ഥനുമായുള്ള ബന്ധത്തിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്ന അഞ്ചുവിനെയും, പ്രാർത്ഥനയിലും അനുസരണത്തിലും വളരാൻ ആഗ്രഹിക്കുന്ന ജോയലിനെയും, ജോലി എളുപ്പമാകാൻ ആഗ്രഹിക്കുന്ന ചിപ്പിയെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ടെസിയെയും, ഓസ്ട്രേലിയയിലേക്കുള്ള വിസ തടസ്സം മാറാനും കടബാധ്യത മാറാനും ആഗ്രഹിക്കുന്ന മാർട്ടിനെയും, അയർലൻഡിലേക്കുള്ള വിസ ശരിയാകാൻ ആഗ്രഹിക്കുന്ന ജിൻസോണെയും, നന്നായി പഠിക്കാനും പരീക്ഷാ വിജയത്തിനായി ആഗ്രഹിക്കുന്ന ഏഞ്ചൽ, സ്റ്റെഫി, എൻസലേറ്റ്, അപർണ, യബിൻ എന്നീ മക്കളെയും, വിവാഹവും ജോലിയും ഭവന നിർമ്മാണത്തിനും ആഗ്രഹിക്കുന്ന ആൽബിനെയും, നല്ല ജോലിക്കും വിവാഹത്തിനുമായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ടീനെയും, ഇൻ്റർവ്യൂ കഴിഞ്ഞ ജോലി ലഭിക്കാനും ആഗ്രഹിക്കുന്ന അതുല്യയെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ജോമോൻ, സോജൻ, ലീന, ടെസ്സി, ആൻ്റണി, ഷീബ എന്നീ മക്കളെയും, കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സെലിനെയും, പഠനത്തിൽ വിജയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ജോയൽ 2 മക്കളെയും, രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുന്ന ഷാലുവിനെയും,
വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന സുബിനെയും, കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ജിയാൻ, ജോബി, അഞ്ചു എന്ന മക്കളെയും, എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന നിഷയും, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന റോയി, സീന എന്ന മക്കളെയും, സൗദിയിൽ വിസ ശരിയാകാൻ ആഗ്രഹിക്കുന്ന മക്കളെയും, ദാമ്പത്യ ബന്ധം ശരിയാകാൻ ആഗ്രഹിക്കുന്ന സെബാസ്റ്റ്യൻ, കൊച്ചറേസി എന്ന മക്കളെയും, ഓസ്ട്രേലിയയിൽ പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ടാനിയെയും, വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന അജയ് എന്ന മകനെയും, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകി മാനസാന്തരവും വിവാഹവും നടക്കാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെയും, കടബാധ്യത മാറാൻ ആഗ്രഹിക്കുന്ന തോമസിനെയും, നല്ല ജോലിയും ഒരു വീട് വാങ്ങാനും ആഗ്രഹിക്കുന്ന ജസ്റ്റിനെയും, വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ജിമ്മിയെയും, വിദേശത്ത് ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൽബയെയും, ഭവന നിർമ്മാണവും വിവാഹത്തിനും ആഗ്രഹിക്കുന്ന ബിജിലിനെയും, ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ജിഷയെയും, നെതർലാൻഡിൽ വിസ തടസ്സം മാറാൻ അഞ്ചൽ സാബു എന്നവളെയും, വിദേശ ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ജോഷുവിനെയും, രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ലീനെയും അനിലിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ത്രീ ജനങ്ങളും ചേർന്ന് ചെല്ലാം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് കരങ്ങളൊന്ന് ശംഭരാന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം. നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഇതുമാത്രം ടെൻഷനും അസ്വസ്ഥകളുമാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത്. ആരോട് പറഞ്ഞാലാണ് നമ്മുടെ സങ്കടങ്ങൾ തീരുന്നത്? ആരാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം? ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നിന്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും പരിഹരിച്ചു തരാൻ പറ്റും. വിശ്വസിച്ച് നമുക്ക് ഈ വചനം ഏറ്റു പറയാം. സങ്കീർത്തനം 45:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ, മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക. നമുക്ക് ഒരുമിച്ചേറ്റ് പറയാം: ദൈവം എന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ, വീരപുരുഷ, മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ മഹത്വത്തിന്റെയും തേജസ്സിന്റെയും വാൾ എടുക്കുക. ഒരിക്കലും കൂടെ വിശ്വാസത്തോടെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവം അന്വർത്ഥമാക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഏറ്റു പറയണം: ദൈവം എന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക. മഹത്വത്തിന്റെയും തേജസ്സിന്റെയും വാൾ അരയിൽ ധരിക്കുക. മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക. മഹത്വത്തിന്റെയും തേജസ്സിന്റെയും വാൾ അരയിൽ ധരിക്കുക. വിജയത്തിലേക്ക് മുന്നേറുക. വിജയത്തിലേക്ക് മുന്നേറുക. വലത്തേറുയർത്തി പറഞ്ഞ് വിജയത്തിലേക്ക് മുന്നേറുക. വിജയത്തിലേക്ക് മുന്നേറുക. വീണ്ടും പറഞ്ഞ് വിജയത്തിലേക്ക് മുന്നേറുക. വിജയത്തിലേക്ക് മുന്നേറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി വിജയത്തിലേക്ക് മുന്നേറുന്ന ഒരു ജനതയാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ.
ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന തമ്പുരാനെ, അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന ദൈവമേ, വിജയത്തിലേക്ക് മുന്നേറാൻ തക്കവിധം ഞങ്ങളെ കൃപകളാൽ നിറയ്ക്കുന്ന തമ്പുരാനെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. ഇറ്റലിയിലേക്ക് പോകാനുള്ള പ്രോസസ്സിംഗ് തടസ്സമില്ലാതെ നടക്കാൻ ആഗ്രഹിക്കുന്ന ജസ്നെയും, ജർമ്മനിയിൽ പോകാനുള്ള ഇൻ്റർവ്യൂ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന അതുലിനെയും, ഭവന നിർമ്മാണത്തിനായി ആഗ്രഹിക്കുന്ന സൂരജിനെയും, സ്ഥലം വിൽപ്പനയ്ക്കായി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ജോസ് മാത്യുവിനെയും, CBSE എക്സാം ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന എലിനെയും, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന മാർട്ടിൻ, ബൈജു എന്നിവരെയും, ഞരമ്പിന് ബലം കിട്ടാൻ ആഗ്രഹിക്കുന്ന മോളെയും, അപസ്മാരം മാറാൻ ആഗ്രഹിക്കുന്ന അന്നാബെല്ലയും, അലർജിയിൽ രോഗസൗഖ്യം നേടാൻ ആഗ്രഹിക്കുന്ന ലീനയും, സ്ഥലം വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്ന ചിന്നമയും, ജർമ്മനിയിൽ പോകാനുള്ള തടസ്സം മാറാനുള്ള സനൂജയും, നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടിബിയെയും, ടെൻഷൻ മാറാനും നല്ല ജോലിയും വിവാഹത്തിലും പ്രാർത്ഥിക്കുന്ന ആൻമരിയെയും, അബുദാബിയിൽ നല്ല ജോലിക്കായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജിസ്നെറ്റിനെയും, വിവാഹവും നല്ല ജോലിക്കായും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഗിഫ്റ്റേയും, ക്യാൻസർ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സണ്ണിയെയും, IELTS എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന അനുവിനെയും, രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ജോസഫ്, മേരി എന്ന മക്കളെയും, വിവാഹം നടക്കാനുള്ള ജിമ്മിയെയും, നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടിബി മരിയയും, പാപപൂർത്തിയും പരിശുദ്ധാത്മാവിനെ നിറയുന്നതിനും നിത്യരക്ഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്ന അഫിനെയും, പഠനത്തിൻ്റെ ടെൻഷൻ മാറാൻ ആഗ്രഹിക്കുന്ന തെരേസ, ക്രിസ്റ്റീന, ഷെബിൻ എന്നീ മക്കളെയും, മുഖത്തെ അലർജി മാറാൻ ആഗ്രഹിക്കുന്ന ലീനയും, ആന്തരിക സൗഖ്യത്തിനായി രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ലീന നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. നമുക്കൊരു വചനമേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51:15. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. നമുക്കൊന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ദൈവത്തിന് അർഹമായ സ്തുതികൾ അർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് ഇന്ന് ഈ ദൈവകരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിനെ ഒന്ന് നന്ദിയോടെ ഓർത്തേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതും നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളുമൊക്കെ ചിലപ്പോൾ നമ്മൾ പിന്നീടായിരിക്കും അറിയുന്നത്. പക്ഷേ ഉറപ്പായിട്ടും തമ്പുരാൻ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്, ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നമ്മളെ അനുവദിക്കുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ്, സ്നേഹമാണ്. നമുക്കൊന്ന് കരങ്ങളുയർത്തി സങ്കീർത്തകനോട് ചേർന്ന്
നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കാൻ നാവിനെ വിട്ടുകൊടുത്ത് ജീവിതത്തെ സമർപ്പിച്ച് വിശ്വാസമുണ്ടെന്ന് പറയുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് പൂർണ്ണമായുള്ളൊരു വിശ്വാസത്തിലേക്ക് മനസ്സിനെ ഒന്ന് ഉയർത്താൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്ന് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം എന്തോരാനന്ദം. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗം ദൈവകരുണയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത് നമ്മുടെ എറണാകുളം അങ്കമലി അതിരൂപതയിലുള്ള മുഴുവൻ ദൈവജനത്തെയും വൈദികരെയും നമ്മുടെ എല്ലാ മെത്രാന്മാരെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയെ ചൊല്ലിയുള്ള എല്ലാ അനൈക്യങ്ങളും അസ്വസ്ഥതകളും തർക്കങ്ങളും അതെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ഏകയിടേൻ്റെ കൽപ്പനകളനുസരിച്ച് ബലിയർപ്പിക്കാനും തിരുസഭയെ പടുത്തുയർത്താനും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും എല്ലാ ദൈവജനത്തിനും സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭിന്നത ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. അന്തചിത്രമുള്ള ഏത് ഭവനവും നശിക്കും. അത് സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഭിന്നത വിതയ്ക്കുന്നത് തിന്മയാണ്. കുരിശുമരണത്തോളം അനുസരണമുള്ളവനായിരുന്ന ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും ആ അനുസരണം ശിരസാ വഹിക്കണം. നമുക്കൊരുമിച്ച് ഈ നിമിഷം കരങ്ങളൊന്ന് വിരിച്ച് പിടിച്ച് ഇപ്പം ത്യാഗം ചെയ്ത് സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, നമ്മുടെ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, നമ്മുടെ ജോസഫ് പാമ്പ്ളാനി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയിട്ടും ശക്തി കൊടുക്കണേ. ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കാനുള്ള വലിയ കരുത്ത് കൊടുക്കണമേ, അഭിഷേകം കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ. അവരുടെ ദുഃഖങ്ങൾ, വേദനകളെല്ലാം ഈശോയെ നീ ഏറ്റെടുക്കണമേ. അങ്ങ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച്
പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് കരങ്ങൾ തുറന്ന് പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുത്തുകൊണ്ടൊരു വചനം ഏറ്റുചെല്ലാം. സങ്കീർത്തനം 46:10. ശാന്തമാകുക, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 കർത്താവേ, നന്ദി 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 ഈശോയെ, നന്ദി 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 ഈശോയെ, നന്ദി നന്ദി. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നമുക്ക് സാന്ത്വ ഭവനെ ഈ സമയം സമർപ്പിക്കാം. ഈ ഭവനത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും, നേർച്ച ഭക്ഷണം ഉണ്ടാക്കുന്നവർ, ഗാന ശുശ്രൂഷ ചെയ്യുന്നവർ, കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ, മറ്റ് ഓരോ ശുശ്രൂഷകളിലും ആയിരിക്കുന്നവർ, രാവും പകലും വളരെ തീഷ്ണതയോടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, ഏതെങ്കിലും വിധത്തിൽ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ എത്തിച്ചു തരികയോ ചെയ്യുന്ന എല്ലാവരെയും, ഈ MSJ സന്യാസ സഭയിലെ ഓരോ സമർപ്പിതരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അധികാരികളെയും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. സഭയിലേക്ക് ധാരാളം നല്ല ദൈവവിളികൾ ലഭിക്കാനും ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെയുള്ള കൃപ ഈ കോൺഗ്രേഷനിലുള്ള ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെ അഭിഷേകമാക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങൾ വിരിച്ച് പിടിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണ
അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം. ദൈവകാരുണ്യത്തിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ, സ്രഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ,
പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, യേശുവിൻ്റെ മുറിവിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ, യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിൻ്റെയും കുംഭസാരത്തിൻ്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, രോഗികളുടെയും സഹിക്കുന്നവരെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, വേദനിക്കുന്നവരെ ആശ്വാസമായ ദൈവകാരുണ്യമേ, നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, പ്രസാദപരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, മരിക്കുന്നവരെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, അനുഗ്രഹീതരെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്, എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കർത്താവേ കനിയണമേ, മിശിഹായെ കനിയണമേ, കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണയെ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകരുണയ്ക്കുള്ള പ്രതിഷ്ഠ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരുണയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നലകളിലെ വീഴ്ചകളും ഇന്നിന്റെ ബലഹീനതകളും നാളെയുടെ അനിശ്ചിതത്വവും അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈശോയെ, ഞങ്ങളുടെ
ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. അവിടുത്തെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മക്കളും ദൈവപിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ മാറട്ടെ. ഈ ചിത്രത്തിലൂടെ അവിടുത്തെ കരുണ നിറഞ്ഞ സ്നേഹം ഈ ലോകത്തിലെ എല്ലാ തിന്മകളുടെയും മേൽ വിജയം വരിക്കട്ടെ. ഈ ചിത്രമടങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുമ്പിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷ്ഠ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ ആനന്ദവും മരണസമയത്തെ പ്രത്യാശയും നിത്യതയിലെ മഹത്വമായി തീരട്ടെ. ആമേൻ. യേശുവേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ആമേൻ.